മങ്കാട്ടുകടവ് തൈവിള ലൈനു സമീപം പാതയോരത്തായി ഞങ്ങൾ ബാബുവിനെ കണ്ടെത്തുമ്പോൾ വ്രണങ്ങൾ നിറഞ്ഞ കാലുകൾ ഉറുമ്പരിച്ച നിലയിലായിരുന്നു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു പിന്നീടുള്ള കാഴ്ചകൾ. കാലിലെ വ്രണങ്ങൾ കെട്ടിവച്ചിരിക്കുന്ന വസ്ത്രം മാറ്റിയപ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയുടെ നീറുന്ന കാഴ്ചയായിരുന്നു ഞങ്ങൾ കണ്ടത്. എത്രമാത്രം മനുഷ്യൻ മൃഗത്തോട് സമാനമാകുന്നു എന്നതിന്റെ പച്ചയായ കാഴ്ച. വ്രണങ്ങളിൽ പുഴുക്കളുമായി ദിവസങ്ങളോളം ബാബു ഈ വഴിയരികിൽ കിടന്നു. കടുത്ത വേദനയിലും ആ മനുഷ്യന്റെ മുഖത്ത് ചിരിയുടെ ആത്മസ്പർശം ദൃശ്യമായിരുന്നു. തന്റെ ശരീരം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പുഴുക്കളെ നിസ്സഹായനായി നോക്കിയിരിക്കാനേ ബാബുവിന് സാധിച്ചുള്ളൂ. ബാബു എവിടെ നിന്ന് വന്നെന്ന് ആർക്കും അറിയില്ല. പക്ഷേ എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. വ്യക്തമല്ലാത്ത ഭാഷയിൽ ബാബു എന്തോ ഞങ്ങളോട് പറഞ്ഞു. വീട്ടില് കേറുണ്ട് വീട്ടിലെ അനിയര് തങ്ങോട്ട് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. ആ അത് അവര് ആകാശത്തിന്റെ ആൾക്കാരുടെ വീട് കേട്ടില്ല. 6 വർഷം കേറണ്ട 4 വർഷം കൊണ്ടുവന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ബാബു ഈ വഴിയരികിലുണ്ട്. പുഴുവരിച്ച വ്രണങ്ങളുമായി കടത്തിണ്ണകളിലും വഴിവക്കിനുമെല്ലാം നിസ്സഹായനായി കിടന്നിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നാട്ടുകാർ തയ്യാറായില്ല. നിസ്സഹായനായ ഈ മനുഷ്യജീവിയുടെ ഞെട്ടിക്കുന്ന കാഴ്ച ഞങ്ങൾ ക്യാമറയിൽ പകർത്തുമ്പോൾ ചുറ്റും കാഴ്ചക്കാരും കൂടി. മനസാക്ഷിയുടെ ഏറ്റവും ക്രൂരമായ മുഖം. ഒടുവിൽ ആരോഗ്യവകുപ്പ് അധികൃതരെ ഞങ്ങൾ വിവരമറിയിച്ചു. അവർ എത്തിയപ്പോൾ ബാബുവിന്റെ മുഖത്ത് പ്രതീക്ഷയുടെ ഒരു നിറപുഞ്ചിരി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കൈകളിൽ ബാബുവിനെ എത്തിച്ച ശേഷമായിരുന്നു ഞങ്ങൾ മടങ്ങിയത്. അപ്പോഴും ആ മുഖത്തെ വേദന ഞങ്ങൾക്ക് കാണാമായിരുന്നു.